മലയാള സിനിമയിലെ ദുരൂഹ മരണത്തിന് തുടക്കം കുറിച്ച നടി എന്ന് പറയുന്നത് മിസ് കുമാരിയായിരുന്നു. തൻ്റെ 37ാമത്തെ വയസ്സിൽ അവർ ഒരു പ്രഭാതത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറംലോകം അറിഞ്ഞത്. പക്ഷേ ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് പലതരത്തിലും ആളുകൾ ആരോപിച്ചിരുന്നു. കാരണം അവരുടെ വിഷം കഴിച്ചു മരിച്ചു എന്ന തരത്തിലായിരുന്നു ആ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നത്. എന്നാൽ പ്രസിഡന്റിൻ്റെ തന്നെ മെഡല് സ്വന്തമാക്കിയിരുന്ന, അഭിനയിച്ച സിനിമകളിലെ ഭൂരിഭാഗവും ഹിറ്റുകൾ മാത്രം സൃഷ്ടിച്ചിരുന്ന അവർ ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. വെള്ള സാരിയും ധരിച്ച് നഗ്നപാതയായി ഭരണങ്ങാനത്ത് പള്ളിയിൽ കുട്ടികളെയും കൂട്ടി നടന്നു പോകുന്ന മിസ് കുമാരിയെ കാലം പോകെ പോകെ മറക്കുകയാണ് ഈ മരണം സംഭവിക്കുന്നത്. അവരുടെ കരിയറിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ബിസിനസ്സുകാരനായ ഒരാളെ വിവാഹം കഴിക്കുകയും പിന്നീട് സിനിമ അഭിനയം നിർത്തുകയും ചെയ്തു. പിന്നീട് അവരെ കാണുവാനായിട്ടോ അഭിമുഖങ്ങൾ എടുക്കുവാനായിട്ടോ സിനിമാ പ്രവർത്തകരോ അവരുടെ കൂട്ടുകാർ ആരെങ്കിലും ആ വീട്ടിൽ ചെന്നാൽ ഭർത്താവ് വരെ അപമാനിച്ച് പറഞ്ഞയക്കുന്ന ഒരു നിത്യ സംഭവമായിരുന്നു. ഇങ്ങനെ പല പ്രകാരത്തിലും അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പലരോടൊത്ത് അവർക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്ത്രീയാണ്, ഇങ്ങനെയുള്ള തരത്തിലൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അവരിത് വളരെ വേദനയോടെ സഹിക്കുകയുമാണ് ചെയ്തത്. എന്തിനേറെ പറയുന്നു, അൽഫോൻസാമയുടെ പ്രിയ ശിഷ്യയായിരുന്നു മിസ് കുമാരി എന്നത് നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇവരുടെ മരണശേഷം അൽഫോൻസാമയുടെ കല്ലറയോട് ചേർന്നാണ് സംസ്കരിച്ചിരുന്നത് എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. കാര്യം എന്ത് തന്നെയാണെങ്കിലും ഈ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങളുണ്ടായി. അവരുടെ കുടുംബാംഗങ്ങൾ അത്ര സാമ്പത്തിക സ്ഥിതിയിലുള്ളവരായിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മരണശേഷം ഇവരെ അടക്കം ചെയ്തു. പോകെ പോകെ ഇത് ദുരൂഹ മരണമാണ്, ഭർത്താവ് വിഷം കൊടുത്ത് കൊന്നതാണ് എന്ന വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് വീണ്ടും ഇവരുടെ പിതാവും മറ്റും പരാതി നൽകുകയും അവസാനം പോസ്റ്റ്മോർട്ടം, അതായത് കുഴിയിൽ നിന്നെടുത്ത മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോൾ ആളുകളെ ഞെട്ടിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് 1 വർഷം ആയിട്ടും അവരുടെ മൃതശരീരം അഴുകിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഇതിൽ നിന്ന് അവശിഷ്ടങ്ങൾ ഒക്കെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ചുവെങ്കിലും അത് വിഷം കൊടുത്തു കൊന്നതാണോ വിഷം കഴിച്ചു മരിച്ചതാണോ എന്നതിനെക്കുറിച്ച് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. മാത്രമല്ല ഭർത്താവ് വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം മിസ് കുമാരിയുടെ സമ്പാദ്യം അയാളുടെ കയ്യിലുണ്ട്, അയാളുടെ ബിസിനസ്സിൻ്റെ സമ്പാദ്യവുമുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും മിസ് കുമാരിയെ പോലെയുള്ള ഒരു സ്ത്രീ വളരെ ഭക്തിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രാർത്ഥനയിലും അങ്ങനെ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മക്കൾ ജീവനായിട്ട് നടന്നിരുന്ന മിസ് കുമാരി ആത്മഹത്യ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളൊന്നും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടുമില്ല. അവരുടെ മക്കളൊക്കെ ഇന്നും ഭരണങ്ങാനത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രചരിച്ചിരുന്ന മറ്റൊരു അല്ലെങ്കിൽ വാർത്തയാണ് നമ്മുടെ ന്യൂജൻ സിനിമകളുടെയൊക്കെ പിതാവ് എന്ന ഒരർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാജേഷ് പിള്ള. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന പേരിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ആ ആദ്യത്തെ സിനിമ ഉദ്ദേശിച്ച പോലെ വൻപിച്ച വിജയമൊന്നും ആയില്ല എങ്കിലും പിന്നീട് അദ്ദേഹം ശൈലിയിൽ മാറ്റം വരുത്തുകയും കുറേയേറെ ചിത്രങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ചിത്രങ്ങളെല്ലാം വൻപിച്ച ഹിറ്റായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ തൻ്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ പ്രൊമോഷനായിട്ട് നടക്കുന്ന ആ ഒരു ദിവസമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ഇതിനെ സംബന്ധിച്ച് അന്ന് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം പെപ്സി അമിതമായ അളവിൽ ഉപയോഗിക്കുമായിരുന്നു എന്നും ഒരു ദിവസം തന്നെ 30ഓളം പെപ്സി ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ പോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വാർത്ത അമിതമായ രീതിയിലുള്ള പെപ്സിയുടെ ഉപയോഗം കൊണ്ടാണ് അദ്ദേഹം മരിച്ച് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു മനുഷ്യനും അടുപ്പിച്ച് കുറേ ദിവസങ്ങളിൽ ഈ 30 ബോട്ടിലോളം പെപ്സിയൊന്നും ഉപയോഗിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്ന് പറയുന്നത് ആരോഗ്യം ശ്രദ്ധിക്കാതെ അമിതമായ ജങ്ക് ഫുഡിനെ ആശ്രയിച്ച്
ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ കരൾ രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവിനും കരൾ രോഗ സംബന്ധമായ അസുഖത്താലാണ് മരിച്ചതെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ പെപ്സി കഴിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളതിൽ അത്ര കണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പം രാജേഷ് പിള്ളയുടെ മരണത്തെ തുടർന്ന് പെപ്സി കുടിക്കാതെ ഇങ്ങനെ ഭയപ്പെട്ട് നടന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇനി നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് റാണി പത്മിനി എന്ന നടിയുടെയും അവരുടെ അമ്മ ഇന്ദിരാകുമാരിയുടെയും മരണമാണ്. യഥാർത്ഥത്തിൽ ഇത് വീട്ടിൽ അവരെ സഹായിക്കാനായിട്ടുണ്ടായിരുന്ന പണിക്കാർ തന്നെ ഇവരെ സ്വർണത്തിന് വേണ്ടിയിട്ടും വാഹനത്തിന് വേണ്ടിയിട്ടൊക്കെ കൊന്നു കളഞ്ഞതാണ് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പലപ്പോഴും പ്രചരിച്ചിരുന്നത്. യാഥാർത്ഥ്യം ഇതൊന്നും ആയിരുന്നില്ല എന്ന് പിന്നീട് തെളിയിച്ചു. കാരണം സിനിമയിൽ അഭിനയിച്ച് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ഒരാഗ്രഹത്തോടെ സിനിമ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അവിഹിതത്തിൽ പിറന്ന അല്ലെങ്കിൽ ഒരു ജാരസന്തതിയായിട്ട് തന്നെ പിറന്ന മകളായിരുന്നു റാണി പത്മിനി എന്ന തരത്തിലുള്ള വാർത്തകൾ പല കോണിൽ നിന്നും തെളിഞ്ഞും ഒളിഞ്ഞും വന്നിരുന്നു. കാര്യം എന്ത് തന്നെയാണെങ്കിലും ഇവർ സിനിമയിൽ അവസരങ്ങൾ തേടി കേരളത്തിൽ നിന്ന് ചെന്നൈയിലെത്തി. അതിനുശേഷം ബോളിവുഡ് വരെയൊക്കെ പോയി. പക്ഷേ അവർക്ക് മികച്ച അവസരങ്ങളൊന്നും കിട്ടിയില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് മലയാളത്തിൽ ഒരു അവസരം ലഭിക്കുകയും പ്രിയദർശൻ സംവിധാനം ചെയ്ത കുയിലിനെ തേടി എന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചു. പെട്ടെന്ന് തന്നെ PG വിശ്വംഭര സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലെ ബാലൻ കെ നായരുടെ റേപ്പ് സീനിന് ഒരു ഇരയായിട്ട് ഈ പെൺകുട്ടി അഭിനയിച്ചു. അതായത് അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ബാലൻ കെ നായരുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു പെൺകുട്ടിയുടെ നഗ്നത ഒരുപാട് ആളുകൾ ഒപ്പിയെടുത്തു. മാത്രമല്ല തൻ്റെ മകൾ ഏത് തരത്തിൽ അഭിനയിക്കുമെന്നൊരു സന്ദേശമാണ് അമ്മ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കൊക്കെ ഇതോടുകൂടി കൊടുത്തത്. അവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. പോകെ സിനിമയിലുള്ള അവസരങ്ങൾ മാത്രമല്ല, ഇവരൊരു വേശ്യാലയം തുടങ്ങി അമ്മയും മകളും സമൂഹത്തിൽ ഉന്നതരായ പല ആളുകളുടെ ഒപ്പം സെക്സിൽ ഏർപ്പെട്ടും ധാരാളമായിട്ട് പണം സമ്പാദിച്ചു. ഈ ഒരു അവസരത്തിൽ സിനിമാ മേഖലയിലെ ഒരു പ്രമുഖൻ്റെ മകനുമായിട്ട് റാണി പത്മിനി പ്രണയത്തിലാവുകയും 3 മാസം ഗർഭവതിയാകുകയും ചെയ്തു. അപ്പോൾ ആ ചെറുക്കന് റാണി പത്മിനിയെ വിവാഹം കഴിക്കാൻ പാതി മനസ്സായിരിക്കെ അവരുടെ പിതാവ് ഈ ബന്ധത്തിന് എതിർ നിന്നു. കാരണം റാണി പത്മിനി എന്താണ് എന്നും റാണി പത്മിനിയുടെ അമ്മയുമായിട്ട് പോലും ആ സിനിമ പ്രവർത്തകന് വലിയ അടുപ്പമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അമ്മയുടെ മോളുടെയും കളിത്തോഴരായിരുന്നു ഈ അപ്പനും മകനും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വേശ്യകളായിട്ടുള്ള സ്ത്രീകളെ തൻ്റെ കുടുംബത്തെ കയറ്റുന്ന ഭയങ്കര നാണക്കേടായിട്ട് തന്നെ പിതാവ് ധരിച്ചു. മകനോട് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന് റാണി പത്മിനി ഭീഷണിപ്പെടുത്തി. അതോടുകൂടി തന്നെ എങ്ങനെയും അമ്മയും മകളെയും ഒരുപോലെ ഒഴിവാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിട്ട് വന്നു. ഗുണ്ടകളെ ഉപയോഗിച്ച് അദ്ദേഹം ഇവരെ കൊന്നുകളയുകയും നേരെ മറിച്ച് വീട്ടിലുണ്ടായിരുന്ന സഹായികളെ പോലീസിന് ഡമ്മി പ്രതികളായിട്ട് കൊടുക്കുകയുമാണ് ചെയ്തത്. ഈ പ്രതികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അവർക്ക് ഇതായത് റാണി പത്മിനിയുടെ വീട്ടിലെ സഹായികളായിട്ട് വന്ന വ്യക്തികൾക്ക് ഇതിന് മുന്നേ തന്നെ വേണമെങ്കിൽ ഇവരെ കൊല്ലാമായിരുന്നു. സ്വർണവും പണമൊക്കെ ഇട്ട് ഈ വാഹനമൊക്കെ ആയിട്ട് കടന്നു പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവരുടെ ജീവിതത്തിൽ നടന്നില്ല. അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ ഒരു വിഷയമാണ്. മാത്രമല്ല സിനിമാ മേഖലയിലെ ആ പ്രമുഖൻ്റെ പേരുൾപ്പെടെ പത്രങ്ങളിൽ സൂചനയായിട്ട് വന്നു. പക്ഷേ പിന്നീട് ആ വാർത്ത ഒരിക്കൽ പോലും ഒരു പത്രത്തിലും വന്നില്ല. കാരണം അയാളതെല്ലാം പൈസ കൊടുത്ത് ഒതുക്കുകയാണ് ചെയ്തത്. അതായത് ഈ വേശ്യയായ റാണി പത്മിനിയെയും അവരുടെ അമ്മയെ തൻ്റെ കുടുംബത്തെ കയറ്റാൻ കൊള്ളില്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് ഈ ഗർഭസത്യാഗ്രഹം ഭീഷണിയോട് മുഴക്കിയതുകൊണ്ട് കൊന്നുകളഞ്ഞതാണ്. അതോടൊപ്പം തന്നെ പോലീസുകാർ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ മരണത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിക്രൂരമായിട്ട് റാണി പത്മിനിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ അമ്മേനെയും ഇതുപോലെ തന്നെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തെന്ന് മാത്രമല്ല 10-12 വീതം കുത്തുകൊടുത്ത് വളരെ മൃഗീയമായിട്ട് തന്നെയാണ് കൊന്നുകളഞ്ഞത്. അപ്പോൾ വീട്ടിലെ പണിക്കാർക്കൊക്കെ ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് പോകാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസ് പ്രതീക്ഷിച്ച തരത്തിലുള്ള സ്വർണ്ണമോ പണമൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുമില്ല. ഇതാണ് റാണി പത്മിനിയുടെ മരണത്തിൻ്റെ യാഥാർത്ഥ്യം. ഇനി നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് പത്മരാജൻ എന്ന സംവിധായകനെക്കുറിച്ചാണ്. അപ്പം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം ഷൂട്ട് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ തന്നെ പലരും ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഷൂട്ട് ചെയ്താൽ ഗന്ധർവ ശാപം അല്ലെങ്കിൽ ദേവന്മാരുടെ കോപം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇതിനൊന്നും വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നായകനെ കണ്ടെത്താനായിട്ട് അദ്ദേഹം ബോംബെക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ ദിവസം തന്നെ ഫ്ലൈറ്റ് കത്തി.
അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ഇതിലെ നായിക ഒരു പാലയുടെ ചൂട്ടിൽ ബോധരഹിതയായിട്ട് വീണു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം നായകന് വെറ്റില മുറുക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് വിഷബാധയേൽക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലിലായി. പിന്നീട് ഈ സിനിമ വളരെ കഷ്ടപ്പെട്ട് തീർത്തെങ്കിലും സിനിമ ഉദ്ദേശിച്ച ഒരു വിജയമായില്ല. അപ്പോൾ സിനിമയുടെ പ്രൊമോഷനായിട്ട് അദ്ദേഹം കോഴിക്കോട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. കാർഡിയാക് അറസ്റ്റ് മൂലമാണ് മരണപ്പെടുന്നത് എന്ന് പറഞ്ഞാലും ഈ മരണത്തിൽ മറ്റു ചില അസ്വാഭാവികതകൾ ആളുകൾ കാണുന്നുണ്ടായിരുന്നു. കാരണം ഈ സിനിമ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പാലപ്പൂവിൻ്റെ മണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗന്ധമായിരുന്നു അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. അതിലുപരി ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷേർലി അവരുടെ അനുഭവ കഥയിൽ DC ഗുഡ്സിൻ്റെ ഒരു പച്ചക്കുതിര എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ പത്മരാജൻ്റെ അടിവസ്ത്രങ്ങളിൽ പോലും ഒരു ചുളിവും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിളിലേക്ക് വന്ന് കയറി കിടന്ന് സുന്ദരമായിട്ട് ഉറങ്ങുന്ന രീതിയിൽ ഒരു കിടപ്പായിരുന്നു. ഇത്രയും ശാന്തമായ ഒരു മരണം കണ്ടിട്ടില്ല. അതുപോലെ ആ ശരീരത്തിന് വല്ലാത്തൊരു വെളുപ്പ് നിറമായിരുന്നു. ഇങ്ങനെയുള്ള അതായത് തൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഇങ്ങനെ ഒരു ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ആ മരണത്തിൽ ഒരു അഭൗമികമായ ചൈതന്യവും സൗന്ദര്യവും കാണപ്പെടുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഷേർലി പറഞ്ഞേക്കുന്ന. സംശയമുള്ളവർക്കൊക്കെ ഗൂഗിളിൽ കയറി നോക്കാവുന്നതാണ്. ഇനി നമുക്കൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് മയൂരിയാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ആകാശഗംഗ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളിൽ വന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പം മയൂരിയുടെ മരണകാരണമായിട്ട് പലരും പറയുന്ന പ്രണയം, വിഷാദം, ഇങ്ങനെ അതുപോലെ ആ ഒരു കാലഘട്ടത്തിലെ മയൂരിയുടേതായിട്ട് പുറത്തു വന്ന ഒരു അശ്ലീല ചിത്രം ഇതൊക്കെയാണ് എന്ന് പലരും പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിലുള്ള കാരണം മയൂരിക്ക് ക്യാൻസറായിരുന്നു. അപ്പോൾ അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇനിയും പ്രത്യേകിച്ച് കാത്തിരിക്കാനോ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ ക്യാൻസർ രോഗബാധിതയായി. അപ്പോൾ അതിൻ്റെ മാനസിക സംഘർഷങ്ങൾ, ഇനി അധികം കാലം ആയുസ് ഇനിയും ഉണ്ടാവില്ല, തന്നെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന ഒരു ഭയം പ്രധാനമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോ പ്രചരിച്ചെങ്കിൽ അത് മയൂരിയുടേതല്ല, ഒരു കാശ്മീരി നടിയുടെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ പറയുന്ന പ്രണയ തകർച്ചയൊന്നുമല്ല, യഥാർത്ഥത്തിൽ ക്യാൻസർ രോഗവുമായിട്ട് മല്ലിട്ടുകൊണ്ടിരുന്ന മയൂരിക്കുണ്ടായ ചില മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷന്, ആ ഒരു സാഹചര്യത്തെ അവർക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ജീവിക്കേണ്ട എന്നൊരു തോന്നൽ വരിക മാത്രമല്ല, അവർക്ക് കുറേ സിനിമകളൊന്നും അക്കാലത്ത് ഇല്ലാതായി. അപ്പോൾ ഇതെല്ലാം കൊണ്ടും വന്നിട്ട് അവർ നിരാശ മൂത്തിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ മലയാള സിനിമയിലെ ശ്രീനാഥ്, നമ്മുടെ വിജയശ്രീ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മരണം ദുരൂഹ മരണമാണ്. ഇതെല്ലാം കൂടി വീഡിയോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെന്താവും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് കാണാം.